ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ട്യൂൺഡ് സർക്യൂട്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ എന്താണ് ട്യൂൺഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്യൂൺഡ് സർക്യൂട്ട്. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസിൻ്റെ ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ട്യൂൺഡ് സർക്യൂട്ട്സ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ട്യൂൺഡ് സർക്യൂട്ട്സ് ഉണ്ട്. സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ടും ഡബിൾ ട്യൂൺഡ് സർക്യൂട്ടും. ഓക്കെ, സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ടും ഡബിൾ ട്യൂൺഡ് സർക്യൂട്ടും. സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ടിൽ സെക്കൻഡറി സൈഡ് മാത്രമേ ഉള്ളൂ ട്യൂണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സെക്കൻഡറി സൈഡിലാണ് നമ്മൾ ട്യൂണിങ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി ഈസ് ട്യൂൺഡ്. ഓക്കെ, ഇനി ഡബിൾ ട്യൂണിങ്ങിന് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഈസ് ട്യൂൺഡ്. ഓക്കെ, സോ രണ്ട് സൈഡിലും നമ്മൾ സിംഗിൾ ട്യൂൺഡിലാണെങ്കിൽ സെക്കൻഡറിയിൽ ഒരു വേരിയബിൾ കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡബിൾ ട്യൂൺഡിലാണെങ്കിൽ ബോത്ത് പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്താണ് ഒരു വേരിയബിൾ കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും ട്യൂണിങ്ങിന് വേണ്ടി. ഓക്കെ, ഇനി ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? RF സർക്യൂട്ട്സിലാണെന്ന് പറഞ്ഞു. അതിനകത്ത് RF സ്റ്റേജിൽ TV റിസീവേഴ്സിനെ ആൻറ്റിനയുമായിട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, TV റിസീവേഴ്സിനെയും ആൻറ്റിനയുമായിട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്യൂൺഡ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so that maximum power is transferred to the load. ഓക്കെ, സോ അതിന് വേണ്ടിയാണ് ഈ ട്യൂൺഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ TV റിസീവേഴ്സിനെയും ആൻറ്റിനെയും കപ്പിൾ ചെയ്യാൻ വേണ്ടിയുമാണ് ട്യൂൺഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്യൂണിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. ഈ വേരിയബിൾ കപ്പാസിറ്റർ സിംഗിൾ ട്യൂണിനാണെങ്കിൽ സെക്കൻഡറിയുടെ ായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഡബിൾ ട്യൂണിന് പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്താണ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് കാണും. ഓക്കെ, സോ നമുക്ക് സിംഗിൾ ട്യൂണിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണാം. ഓക്കെ, സോ ഇതാണ് ഒരു സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു കപ്പിൾഡ് സർക്യൂട്ട് ഉണ്ട്. അതിൻ്റെ സെക്കൻഡറിയിൽ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ഉണ്ട്, -J1/ωc2 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് V2/V1 വേണം. ദാറ്റ് ഈസ് ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് വേണ്ടത്. സോ നമ്മൾ ആ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട് വരയ്ക്കും. ഓക്കെ, കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് ഇക്വലൻറ്റ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, V1 ഉണ്ട്, ആൻഡ് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഇൻഡക്ടർ, ഇവിടെ ഒരു ഇൻഡക്ടർ, ഇവിടെ ഒരു ഇൻഡക്ടർ. ഓക്കെ, ദെൻ റെസിസ്റ്റർ. ഓക്കെ, ദെൻ ദർ ഇസ് എ പാരലൽ വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, സോ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ടിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. ഓക്കെ, +-V2 R2. ഓക്കെ, ദിസ് ഇസ് R1 ആൻഡ് ദിസ് ഇസ് V1. ഓക്കെ, സോ ഇത്രയും നമ്മൾ വരച്ചു. ഇനി ഇവിടുത്തെ വാല്യൂസ് നമുക്ക് എഴുതണം. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ കറണ്ട് I1 എൻറ്ററിങ് ആണ് ആൻഡ് കറണ്ട് I2 ലീവിങ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഒരിടത്ത് എൻറ്റർ ചെയ്യുകയും ഒരിടത്ത് ലീവ് ചെയ്യുകയും ചെയ്യുവാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? jωL1 - M. ഓക്കെ, ദിസ് ഇസ് jωM ആൻഡ് ദിസ് ഇസ് jωL2 - M ആകും. ഓക്കെ, സോ നമ്മൾ കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഷ് അനാലിസിസ് ചെയ്യുക. ഓക്കെ,
So this will become a normal mesh ആകും. അതുകൊണ്ട് നോർമൽ മെഷ് ഇക്വേഷൻസ് എഴുതി നമ്മൾ I1 I2 കണ്ടുപിടിച്ചിട്ട് V1 V2 അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ KVL ഇൻ മെഷ് 1, KVL ഇൻ മെഷ് 1 കൊടുക്കുമ്പം മൈനസിൽ നിന്ന് പ്ലസിലേക്ക് V1 മൈനസ് I1 R1, ഓക്കെ, മൈനസ് J ഒമേഗ L1 മൈനസ് M I1 മൈനസ് J ഒമേഗ M I1 മൈനസ് I2 is equal to 0. ഓക്കെ, സോ നോർമൽ മെഷ് ഇക്വേഷനാണ് ഇത്. ഇതിലമ്മ രണ്ട് കറണ്ട് ഉണ്ട്. ഒരു കറണ്ട് ഇങ്ങനെയും ഒരു കറണ്ട് ഇങ്ങനെയുമാണ് പോകുന്നത്. സോ I1 മൈനസ് I2. ഓക്കെ, സോ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും V1 മൈനസ് I1 R1 മൈനസ് J ഒമേഗ L1 I1 മൈനസ് J ഒമേഗ പ്ലസ് J ഒമേഗ M I1 മൈനസ് J ഒമേഗ M I1 മൈനസ് പ്ലസ് J ഒമേഗ M I2 is equal to 0. ഓക്കെ, ഇത് രണ്ടും ക്യാൻസലായി പോവും. സോ നമുക്ക് കിട്ടും V1 ഇൻറ്റു V1 മൈനസ് അല്ലെങ്കിൽ V1 ഈസ് ഈക്വൽ ടു എന്താണ് R പ്ലസ് J ഒമേഗ L1 ഇൻറ്റു I1, ഓക്കെ, പ്ലസ് മൈനസ് J ഒമേഗ M I2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 1. ഇനി നമ്മൾ KVL ഇൻ മെഷ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. KVL ഇൻ മെഷ് 2 എന്ന് പറയുമ്പം മൈനസ് J ഒമേഗ M I2 മൈനസ് I1, ഓക്കെ, മൈനസ് J ഒമേഗ L2 മൈനസ് M I2 മൈനസ് R2 I2, ഓക്കെ, ആൻഡ് മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആകും. പ്ലസ് J ഇൻറ്റു 1 ബൈ ഒമേഗ C2 I2 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഞാൻ ആ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ആ സെയിം ഇക്വേഷൻ മൈനസ് J ഒമേഗ M I2 മൈനസ് I1, ഓക്കെ, മൈനസ് J ഒമേഗ L2 മൈനസ് M I2 മൈനസ് R2 I2, ഓക്കെ, മൈനസ് മൈനസ് പ്ലസ് ആവും J 1 ബൈ ഒമേഗ C2 I2 is equal to 0. Okay, so that is equal to I1-ൻ്റെ ടേം ഏതുണ്ട്, ഇത് മാത്രം J ഒമേഗ M I1, ഓക്കെ, മൈനസ് L2-ൻ്റെ ടേംസ് J ഒമേഗ M I2 J ഒമേഗ, ഓക്കെ, മൈനസ് J ഒമേഗ M I2 മൈനസ് J ഒമേഗ L2 I2 പ്ലസ് J ഒമേഗ M I2 മൈനസ് R2 I2 പ്ലസ് J 1 ബൈ ഒമേഗ C2 I2 is equal to 0. രണ്ടും ക്യാൻസലായി പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് J ഒമേഗ M I1 പ്ലസ് R2 പ്ലസ് J ഒമേഗ L2 പ്ലസ് 1 ബൈ ഒമേഗ C2 I2 is equal to 0. ഓക്കെ, സോ ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് I1 കണ്ടുപിടിക്കാം. I1 is equal to ഇത് അപ്പുറത്തേക്ക് പോകും, മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. സോ R പ്ലസ് J ഒമേഗ L2 പ്ലസ് 1 ബൈ ഒമേഗ C2, ഓക്കെ, ഡിവൈഡഡ് ബൈ J ഒമേഗ M. ഓക്കെ, സോ ഇതാണ്
I1 in terms of I2 കിട്ടിയത്. Okay, so this is the second equation. ഈ second equation കൊണ്ടുവന്ന് first equation substitute ചെയ്യുക. Okay, substituting 2 in 1. Okay, so നമുക്ക് എന്തോ കിട്ടും? R plus j omega L1. Okay, ഇൻറ്റു I1 ആണ്. R plus j omega L1 ഇൻറ്റു I1 എന്നായിരുന്നു. സോ I1ന് ഞാൻ ഇത് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. R എന്ന് പറഞ്ഞാൽ R2 ആണ്. R2 plus j omega L2 plus 1 by omega C2 by j omega M. Okay, into I2 minus j omega M I2 is equal to 0. Okay, so I2ൻ്റെ ടേംസിലാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇത് ഒരു ഇവിടെ j omega M ആണ്. സോ ഹോൾ ഡിവൈഡഡ് ബൈ j omega M വരാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ j സ്ക്വയർ ഒമേഗ സ്ക്വയർ M സ്ക്വയർ എന്ന് വരും. ഓക്കെ, j സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, മൈനസും മൈനസും പ്ലസ് ആവും. ഓക്കെ, സോ I2നെ വെളിയിലെടുത്തു. I2 ഇൻറ്റു R plus j omega L1 into R2 plus j omega L2 plus 1 by omega C2 plus omega square M square, okay, divided by j omega M, okay, is equal to V1. Okay, sorry, V1 is equal to V1. Okay, I2 is equal to something into V1 എന്നുള്ള ഒരു ഫോർമുല നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ I2 is equal to ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റു V1 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമുക്കത് എഴുതാം. സോ I2 is equal to എന്ന് എഴുതി. നമ്മൾ നേരത്തെ ചെയ്തപ്പം I2 ഇൻറ്റു ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. സോ ആ വാല്യൂനെ ഞാൻ തിരിച്ച് V1ൻ്റെ ടേംസിലേക്ക് എഴുതി. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ഹിയർ. ഓക്കെ, ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്യൂൺഡ് സർക്യൂട്ടിൽ എവിടെയുള്ള വോൾട്ടേജാണ്? ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ്. സോ നമുക്ക് എഴുതാം V2 is equal to minus j 1 by omega C2. ഓക്കെ, ദിസ് ഇംപിഡൻസ് ഇൻറ്റു ഇതിലും വഴി പോകുന്ന കറണ്ട് I2. ഓക്കെ, സോ ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ I2 കണ്ടുപിടിച്ചു, അത് നമ്മളിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. That is V2 is equal to minus j 1 by omega C2 I2. That is equal to 1 by j omega C2 I2. So I2, that is equal to 1 by j omega M. ഈ j ഒമേഗയും കൂടെ ക്യാൻസൽ ആയി പോകും. I2ൻ്റെ ഈ j ഒമേഗയും. സോ MV1 divided by C2 into R plus j omega L1 into R2 plus j into omega L2 minus 1 by omega C2 plus omega square M square. Okay, that is V2 is equal to, so V2 by V1, voltage amplification. A is equal to V2 by V1 is equal to M by
C2 R plus j omega L1 R2 plus j omega L2 minus 1 by omega C2 plus omega square m square. ഓക്കെ, സോ ഇതാണ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ്റെ ഇക്വേഷൻ. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യം I1 ഇസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I2 എന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ടൊന്ന് ഫസ്റ്റ് മെഷ് ഇക്വേഷനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് I2 ഇൻറ്റു സംതിങ് ഇസ് ഈക്വൽ ടു V1 ഓർ I2 ഇസ് ഈക്വൽ ടു V1 ബൈ സംതിങ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സംതിങ് ഇൻറ്റു I2 ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് V2 ബൈ V1 എന്ന് എടുക്കാവുന്ന ഫോർമുലയിലേക്ക് എത്തി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ കണ്ടീഷനിലേക്ക് പോവുകയാണ്. സോ ദ കണ്ടീഷൻ ഈസ് ഇഫ് R1 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ j omega L1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻഡ് ദ സെക്കൻഡറി സർക്യൂട്ട് റെസൊണേറ്റ്സ്. ഓക്കെ, സെക്കൻഡറി സർക്യൂട്ട് റെസൊണേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ 0 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് L2C2. സെക്കൻഡറി സർക്യൂട്ടാണ് റെസൊണേറ്റ് ചെയ്യുന്നത്. സോ 1 ബൈ റൂട്ട് ഓഫ് L2C2 ആണ് ഒമേഗ 0 എന്ന് പറയുന്നത്. ഓക്കെ, R1 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ j omega L1 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് j omega L1 ഇസ് ഈക്വൽ ടു R1 ആയിരിക്കും. ഓക്കെ, സോ R1 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ j omega L1 എന്ന് പറഞ്ഞാൽ R1 ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ടേം ഈക്വൽ ടു R1 ആയിരിക്കും. ഇത് രണ്ടുമാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ഓക്കെ ഒമേഗ 0 നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ പോവാണ്. I2 എന്ന് പറഞ്ഞാൽ എന്താകും? ഓക്കെ, j ഒമേഗ m V1 എന്നായിരുന്നു. ഞാൻ j ടേമിനെ മാറ്റുക, കാരണം ഇമാജിനറിയാണ്. സോ j നമ്മൾ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടെന്നുള്ളത് വെച്ചിട്ട് ഒമേഗ 0 m V1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് j ഒമേഗ L1 ഇൻറ്റു എന്നായിരുന്നു. സോ അതിനെ ഞാൻ R1 ഓക്കെ ഇൻറ്റു R2 പ്ലസ് ഓക്കെ ഇനി ഉണ്ടായിരുന്ന ടേം j ഒമേഗ L2 മൈനസ് 1 ബൈ ഒമേഗ C2 എന്നായിരുന്നു. ഓക്കെ, സോ ഇറ്റ് വിൽ ബിക്കം ഒമേഗ 0. ഒമേഗ 0 L2 മൈനസ് 1 ബൈ ഒമേഗ 0 C2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒമേഗ 0 സ്ക്വയർ L2 C2 മൈനസ് 1 ബൈ ഒമേഗ 0 C2 എന്നാകും. ആണല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 0 എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് L2 C2. ഓക്കെ, സ്ക്വയർ വരുമ്പോൾ ഈ റൂട്ട് മാറ്റും. ഓക്കെ, സോ 1 ബൈ L2 C2 ഇൻറ്റു L2 C2 മൈനസ് 1. സോ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ 1 മൈനസ് 1 0 എന്ന് വരും. ഓക്കെ, 0 എന്ന് വരും, ഇസ് ഈക്വൽ ടു 0. സോ ഈ ടേം എന്താകും? 0 ആയിപ്പോവും. ഓക്കെ, പിന്നെന്താണുള്ളത്? പ്ലസ് ഒമേഗ 0 സ്ക്വയർ എം സ്ക്വയർ. ഓക്കെ, സോ ഇതായിരുന്നു വരേണ്ടത്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്തോ ആകും? ഒമേഗ 0 എം V1 ബൈ R1 R2 പ്ലസ് ഒമേഗ 0 സ്ക്വയർ എം സ്ക്വയർ എന്നാകും I2. ഓക്കെ, ഇനി V2 എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ ഒമേഗ 0 ഇല്ലായിരുന്നു, എം V1 ഡിവൈഡഡ് ബൈ C2 ഇൻറ്റു ഓക്കെ ബാക്കി ഇത് തന്നെ R1 R2 പ്ലസ് ഒമേഗ 0 സ്ക്വയർ എം സ്ക്വയർ. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എം ബൈ V1 ഇപ്പുറത്തേക്ക് പോകല്ലേ, V2 ബൈ V1 എം ബൈ C2 ഇൻറ്റു R1 R2 പ്ലസ് ഒമേഗ 0 സ്ക്വയർ എം സ്ക്വയർ. ഓക്കെ, സോ ഔട്ട്പുട്ട് ആംപ്ലിഫൈഡ്
വോൾട്ടേജ് അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇതിനകത്ത് എന്താണ് ഔട്ട്പുട്ട് കറണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ്, അതുപോലെ തന്നെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, ഈ 3 കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എമ്മിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പം? റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ. സോ അതാണ് നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് മാക്സിമം ആംപ്ലിഫിക്കേഷനും മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ എന്തിൻ്റെയെങ്കിലും മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്, വിത്ത് റെസ്പെക്ട് ടു ഒരു ചേഞ്ചിങ് ഫാക്ടർ കാണും. ഓക്കെ, അത് നമ്മൾ ട്രാൻസ്ഫോമറിനാണെങ്കിൽ എഫിഷ്യൻസി വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് കറണ്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് എന്താണ് ഫാക്ടർ ചേഞ്ച് ചെയ്യുന്ന ഏതാണെന്നാണ് പറഞ്ഞത്? എം എന്നാണ് പറഞ്ഞത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നാണ് പറഞ്ഞത്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ടേം വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് എം ആയിരിക്കും ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്കത് നോക്കാം. മാക്സിമം ആംപ്ലിഫിക്കേഷൻ ഓർ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡെറിവേറ്റിംഗ് dA/dN. ഓക്കെ, ആംപ്ലിഫയിങ് ഫാക്ടറിനെ അല്ലെങ്കിൽ ആംപ്ലിഫൈങ് വോൾട്ടേജിനെ വിത്ത് റെസ്പെക്ട് ടു എം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഈക്വൽ ടു 0 ചെയ്താൽ മതി. ഓക്കെ, സോ എ എന്തായിരുന്നു? എ ഈസ് ഈക്വൽ ടു M/C2 R1 R2 പ്ലസ് ω0 സ്ക്വയർ M സ്ക്വയർ ആയിരുന്നു. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എം നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ഓക്കെ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ dm/dm എന്ന് പറഞ്ഞാൽ 1 വരും. ഓക്കെ, സോ dA/dm ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ω0 സ്ക്വയർ M സ്ക്വയർ ഇൻറ്റു 1 മൈനസ് M ഇൻറ്റു M ഇൻറ്റു എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2C2 ω0 സ്ക്വയർ M സ്ക്വയർ. M സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ, 2C2 ω0 സ്ക്വയർ M സ്ക്വയർ ഡിവൈഡഡ് ബൈ C2 R1 R2 പ്ലസ് ω0 സ്ക്വയർ M സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. സോ ഡിനോമിനേറ്റർ 0 ആയി പോകും. ഓക്കെ, ഇവിടെ നിന്നും ഈ C2 എന്ന് പറയുന്നത് എന്ത് പറ്റും? R1 R2 പ്ലസ് ω0 സ്ക്വയർ M സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ഹോൾ സ്ക്വയർ ആണ്. M സ്ക്വയർ മൈനസ് 2ω0 സ്ക്വയർ M സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് ω0 സ്ക്വയർ M സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -R1 R2 ആവും. 2 മൈനസും കൂടെ ക്യാൻസൽ ആകും. സോ M ഈസ് ഈക്വൽ ടു R1 R2 ബൈ ω0 റൂട്ട്. ഓക്കെ, സോ എമ്മിൻ്റെ വാല്യൂ ഇതായിരിക്കണം. ഓക്കെ, സോ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ എം ഇതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരിടത്ത് മാത്രമേ ഉള്ളൂ തെറ്റെന്തെങ്കിലും വരാൻ പറ്റുന്നത്. അതായത് ഇവിടെ മൈനസ് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, മൈനസ്
ഓക്കെ. എം ഇൻറ്റു C2 ഈ ടേമിൻ്റെ കൂട്ടത്തിലുള്ളത് 0 ആയിപ്പോവും. C2 ഒമേഗ 0 സ്ക്വയർ എം സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2m ആണ്. ഓക്കെ. സോ എം ഇൻറ്റു എം സ്ക്വയർ വരും. ഓക്കെ. ഈ എം സ്ക്വയർ വരും. സോ 2 ഇവിടെ ഉണ്ട്. 2 എം സ്ക്വയർ ഒമേഗ സ്ക്വയർ C2. ഓക്കെ. ഇനി എന്താണ് മാക്സിമം വാല്യൂ ഓഫ് I2 അതുപോലെ തന്നെ V2 ആൻഡ് A കണ്ടുപിടിക്കണം. ഓക്കെ. ഈ എം അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. I2 മാക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു V1 ബൈ 2 റൂട്ട് R1 R2 ആയിരിക്കും. ഓക്കെ. ഇത് അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻഡ് V2 മാക്സ് എന്ന് പറഞ്ഞാൽ is equal to V1 by 2 omega 0 C2 root of R1 R2. ഓക്കെ. ആൻഡ് എന്താണ് എ മാക്സ് വേണം. ഓക്കെ. എ മാക്സ് എന്ന് പറഞ്ഞാൽ 1 by 2 omega 0 C root C2 root of R1 R2. ഓക്കെ. സോ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. എല്ലാത്തിലും എന്താണുള്ളത്, ഇവിടെ രണ്ടിടത്തും എന്താണുള്ളത്, V1 ആണുള്ളത്. ഓക്കെ. I2 മാക്സ് എന്ന് പറഞ്ഞാൽ V1 ബൈ 2 റൂട്ട് R1 R2. ഓക്കെ. ഇപ്പുറത്ത് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ഒമേഗ 0 C2 കൂടെ വരും. ഓക്കെ. ഇവിടെ വരുമ്പം ആ V1 മാറി ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ. സോ ഇതാണ് സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഒമേഗയും കൂടെ ഉള്ള ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഓക്കെ ദിസ് ഇസ് V0. ഓക്കെ. സോ നമുക്ക് അറ്റ് ഒമേഗ 0 നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരും. ഇനി ഇതെല്ലാം വേരി ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ K1 K2 K3 കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് K വെച്ചിട്ടാണ്. ഓക്കെ. സോ ദിസ് ഇസ് K0. ഇത് K0 വെച്ചിട്ടുള്ളത്. ഇത് K1, ദിസ് ഇസ് K2 ആൻഡ് ദിസ് ഇസ് K3. ഓക്കെ. സോ ഈ കെയുടെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. സോ K1 ഗ്രേറ്റർ ദാൻ K2 ഗ്രേറ്റർ ദാൻ K3 ഗ്രേറ്റർ ദാൻ K2 ഗ്രേറ്റർ ദാൻ K1 ഗ്രേറ്റർ ദാൻ K0. ഓക്കെ. സോ ഇങ്ങനെയാണ്. ഓക്കെ. ഇവിടെ നിന്നാണ് K0 ടു K3 വരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രിഫറൻസ്. ഓക്കെ. സോ സിംഗിൾ ട്യൂൺ സർക്യൂട്ടിൻ്റെ ഡെറിവേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ. വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ. ടേക്ക് കെയർ. ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.